ഇന്ദ്രേട്ടാ, ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പം ആക്സിഡന്റിൽ ഗുരുതരമായ പരിക്കെന്തെങ്കിലും കാണുമോ ആമിക്ക്? ഏയ്, അതിനൊന്നും സാധ്യതയില്ല. അങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ അറിയിക്കേണ്ടതല്ലേ. പക്ഷേ ആമി എങ്ങനെ രഘുവിൻ്റെ വണ്ടിയുടെ മുമ്പിൽ പെട്ടുവെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനി അവൻ അവളെ അന്വേഷിച്ച് പോയതായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രഘുവേട്ടൻ എന്ത് ചെയ്താലും ഇപ്പൊ പ്രശ്നം. സമയദോഷം അതിന്റെ മൂർധന്യത്തിലാന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ വണ്ടി ചോദിച്ച് രഘുവേട്ടന് നമ്മുടെ വീട്ടിൽ വരാൻ തോന്നൂ. നമ്മൾ ആ വണ്ടിയുമായിട്ട് യാത്ര പോകാൻ തീരുമാനിച്ച കാര്യം അച്ഛനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അച്ഛനത് പഞ്ചരത്നത്തിൽ ആരോടും പറഞ്ഞിട്ടുമില്ല. രഘു അറിഞ്ഞിരുന്നെങ്കിൽ അവനൊരിക്കലും വണ്ടി ചോദിച്ചു വരില്ലായിരുന്നു. കുടിച്ച് ബോധമില്ലാത്ത രഘുവേട്ടനോട് അച്ഛൻ എന്ത് പറയാനാ ഇന്ദ്രേട്ടാ? പിന്നെ അതുമല്ല, അതിരാവിലെ ഗുരുവായൂർക്ക് പോയില്ലേ? എനിക്കും ചെറിയ അബദ്ധം പറ്റിപ്പോയി. രഘുവിനെ തിരിച്ചു വിളിച്ച് യാത്ര പോകുന്ന കാര്യം പറയണമായിരുന്നു. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല, അച്ഛനെ വിളിച്ച് ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണോ? ഏയ്, അത് വേണ്ട. അച്ഛനൊരു യാത്രയിലല്ലേ, വെറുതെ ടെൻഷൻ കൊടുക്കണ്ട. അല്ല, ഇനി നമുക്ക് വീട്ടിലൊന്നും അറിയിക്കണ്ടേ? രഘുവേട്ടൻ തിരിച്ചെത്താൻ വൈകുമ്പോ അവിടെ ഉള്ളവർക്ക് ടെൻഷൻ ആവില്ലേ? പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും വിളിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു സൂചന കൊടുക്കുന്നതല്ലേ? അമ്പിളി വിളിക്കണ്ട, ചീരുവിനൊന്ന് വിളിച്ച് പറയുന്നത് നല്ലതാ. ചിലപ്പോ കേസ് വേറെ ലെവലിലേക്കൊക്കെ മാറുകയാണെങ്കിൽ പെട്ടെന്നറിയുമ്പോൾ അവർക്കൊരു ഷോക്കാവും. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം അനുവൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്. അല്ല, അപ്പോ കേസ് ഗുരുതരാവും തന്നെയാണോ ഇന്ദ്രേട്ടൻ പറയുന്നത്? അപ്പൊ ആമിക്ക് എന്തെങ്കിലും സംഭവിക്കോ? അല്ല, രഘുവേട്ടൻ ഇനിയിപ്പം മനഃപൂർവ്വം ചെയ്തായിരിക്കോ? ഏയ്, ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല അനു പറഞ്ഞേ. പക്ഷെ എന്തും നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. നീ ഏതായാലും ചീരുവിനൊന്ന് വിളിച്ച് പറ. ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ, ആമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആക്സിഡന്റ് കേസല്ലേ? തലയിലേറ്റ മുറിവ് പുറമേ അത്ര ഗൗരവമായിട്ട് തോന്നുന്നില്ല. പക്ഷേ പേഷ്യന്റ് ഇപ്പോഴും അൺകോൺഷ്യസാ. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോ ആക്സിഡന്റ് സമയത്തുണ്ടായ മെന്റൽ ഷോക്ക് ആവാം. 1 hour ഒബ്സർവ് ചെയ്ത് നോക്കാം. അതിനുള്ളിൽ കോൺഷ്യസ് ആയില്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ? ഉറങ്ങിക്കോട്ടോ. ഇല്ല ഇല്ല ഇല്ല. ചിരു, ചിരു, ഞാൻ മോളെയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. എല്ലാ മാസവും ജന്മനക്ഷത്ര നാളിൽ പോവാറുള്ളതാ. പോയിട്ട് ചേച്ചി, നന്നായി പ്രാർത്ഥിച്ചിട്ട് വാ. നഷ്ടപ്പെട്ട മനസ്സമാധാനം ദൈവം തിരിച്ചു തരും. എന്റെ കാര്യത്തിലേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ജീരു. എന്റെ വിധി എന്റെ മോൾക്ക് ഉണ്ടാവാതിരിക്കാനാ എന്റെ പ്രാർത്ഥന മുഴുവനും. അച്ഛനാവും, ഇവിടുത്തെ കാര്യങ്ങളൊന്നും തൽക്കാലം നീ പറയണ്ട. ലച്ചു, ആ ഫോണിങ് എടുത്തിട്ട് വാ. ഞാനൊന്നും പറയുന്നില്ല ചേച്ചി. അച്ഛനെ തൽക്കാലം ഒന്നും അറിയണ്ട. എങ്ങതാ അനുചേച്ചിയാണല്ലോ. ചേച്ചി എന്താണോ വീണ്ടും വിളിക്കുന്നത്? നീ എടുത്തു നോക്ക് ചീരു. അനുചേച്ചി. മോളെ ചീരു, വീണ്ടും ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്താ ചേച്ചി, എന്താ പ്രശ്നം? അത് ഈ രഘുവേട്ടന്റെ പേരില് ചെറിയൊരു ആക്സിഡന്റ് കേസ്. അയ്യോ, ആക്സിഡന്റ് കേസോ? രഘുവേട്ടൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടുമല്ല ആയിരിക്കുമല്ലേ? അവസാനം അതും സംഭവിച്ചു. എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാലേ അയാൾ പഠിക്കൂന്ന്. ചേച്ചി അടുത്തുണ്ടായിരുന്നോ? നീ ചേച്ചിക്കൊന്ന് ഫോൺ കൊടുത്തേ. ദയച്ചി സംസാരിക്കും. വേണ്ട ജീരു, അറിയാനുള്ളതൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. ഇനി എന്ത് സംസാരിക്കാനാ?
അതല്ലേ അനുചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് പോ. ചേച്ചി ഇതാ ഇടിക്ക്.